വെയിലേറ്റ് തിളങ്ങുന്ന ഓളങ്ങൾക്കുമേൽ യാനസുന്ദരി ക്ലിയോപാട്ര ഒന്ന് ചാഞ്ചാടി. പിന്നെ ആത്മവിശ്വാസത്തോടെ തിരകളെ ഭേദിച്ച് മുന്നോട്ട്. വെള്ളിയാഴ്ചയാണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനു വേണ്ടി നിർമ്മിച്ച ക്ലിയോപാട്ര പൊതുജനങ്ങളുമായി യാത്ര ആരംഭിച്ചത്. ഗോവയിൽ നിർമ്മിച്ച ബോട്ടിന് 23 മീറ്റർ നീളവും 7.5 മീറ്റർ വീതിയുമുണ്ട്. 130 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ബോട്ടിൽ 100 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. വാൻസൺ ഷിപ്പിംഗ് സർവീസ് കമ്പനിയുടെ കീഴിൽ ക്യാപ്റ്റൻ കെ ഹരിദാസിന്റെ മേൽനോട്ടത്തിലാണ് ക്ലിയോപാട്രയുടെ സേവനം. ഏകദേശം 8 മാസം മുൻപാണ്, കഴിഞ്ഞ ഏപ്രിലാണ് ഇത് കൊച്ചിനിൽ ഡെലിവറി ചെയ്തത്. കൊച്ചിനിൽ ട്രയൽ റൺസ് ഓടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടെ പിന്നീട് KSINC അത് കോഴിക്കോട്ടേക്ക് അലോട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഡിസംബർ മാസമാണ് ഗവൺമെൻറ് ടെൻഡർ പ്രൊസീജിയേഴ്സും മറ്റ് ക്വാളിഫിക്കേഷൻ എല്ലാം വെരിഫൈ ചെയ്ത ശേഷം വാൻസൺ ഷിപ്പിങ്ങിന് ഈ വെസൽ കാലിക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇപ്പം ബേപ്പൂരിൽ മരുവിന ജെട്ടി നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത് പോർട്ടിൻ്റെ പ്രത്യേക സാങ്ഷനോടുകൂടി നമ്മളത് ടേക്ക് ഓവർ ചെയ്ത ശേഷം അവിടെ പുതുതായിട്ടുള്ള ജെട്ടി കൺസ്ട്രക്ഷൻ, ഈ വെസലിനനുസരിച്ചുള്ള ജെട്ടി കൺസ്ട്രക്ട് ചെയ്തു. അതിനുശേഷം അവിടെ 20 സെൻറ്റിമീറ്റർ മാത്രമേ താഴ്ച ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2.5 മീറ്റർ താഴ്ചയിൽ ഡ്രഡ്ജിങ് ചെയ്ത് ഏകദേശം 50 ലക്ഷം രൂപയിലധികം ജെട്ടിക്കും മറ്റ് കൺസ്ട്രക്ഷനോട് എക്സ്പെൻഡ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ വെസൽ ഇവിടെ കൊണ്ടുവന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ വെസലിനകത്ത് ലോക്കൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ലോക്കൽ ഫിഷർമാൻ എന്നുള്ള 2 ലൈഫ് ഗാർഡ് നമ്മുടെ ഷിപ്പിലുണ്ട്. ജെട്ടിയിൽ വേറെ സെക്യൂരിറ്റി ഫിഷർമെൻസ് എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പുറംകടലിൽ ഒരു യാത്ര 1.5 മണിക്കൂർ നേരത്തോളം യാത്ര കടലിലായിരിക്കും നമ്മൾ നടത്തുന്നതായിരിക്കും. സാധാരണഗതിയിൽ ശാന്തമായ ഒരു കടലിലെ പാസഞ്ചേഴ്സിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1/2 മീറ്റർ അധികം ഉയരത്തിൽ തിരമാലകളുണ്ടെങ്കിൽ ഞങ്ങൾ കടലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതല്ല. കാരണം യാത്രക്കാരുടെ സുരക്ഷയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത്തരം അവസരങ്ങളിൽ നമ്മൾ ചാലിയാർ റിവറിൽ ഫറൂഖ് വരെയുള്ള റൂട്ടിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. ബേപ്പൂരിൽ നിന്ന് തുടങ്ങി കോഴിക്കോട് ബീച്ചിലൂടെ വെള്ളയിൽ ബീച്ച് വരെ പോയി തിരിച്ചു വരും വിധമാണ് ക്ലിയോപാട്രയുടെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. 1.5 മണിക്കൂറാണ് യാത്രാസമയം. രാവിലെ 9 മണി മുതൽ 5 ട്രിപ്പുകൾ ഉണ്ടാവും.